ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനെ 13കാരി കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് 13 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം കുടുംബത്തിലെ 60-65 വയസ്സുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ കുട്ടിയേക്കാളും 3-4 വയസ്സ് കൂടുതലുള്ള ആളുകൾ കൊട്ടേഷൻ കൊടുക്കുന്നു. അവരാ കൃത്യം അതുപോലെ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ പിറകിൽ പല രീതിയിലുള്ള കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയുന്നതിന് പകരം ഇത്തരം സംഭവങ്ങൾ നമ്മളുടെയൊക്കെ വീടുകളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വാശിയും കാര്യങ്ങളും കുട്ടികൾക്ക് തോന്നി തുടങ്ങുന്നത്? ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്തരം ചിന്തകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികൾ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തേത് അഡോളസൻസ് ബ്രെയിനാണ്. ഇമോഷണലി ഭയങ്കര പെട്ടെന്ന് വീക്കാവുന്ന രീതിയിലൊരു ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിരിക്കും അവരുടെ തലച്ചോറുണ്ടായിരിക്കുക. അതായത് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഒന്ന് കുറ്റപ്പെടുത്തിയാലോ പെട്ടെന്ന് ഇമോഷണലി വീക്കായി പോകും. ഒരു കാര്യം ചെയ്താൽ എന്താണ് എനിക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുക. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അവരധികം ചിന്തിക്കുന്നുണ്ടാവില്ല. അതാണ് ഈ അഡോളസൻസ് ബ്രെയിനിൻ്റെ ഒരു കുഴപ്പം. അത് നല്ല പാരൻറ്റിങ്ങിലൂടെയും നല്ല കുടുംബാന്തരീക്ഷത്തിലൂടെയും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം പിയർ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഒരു കുട്ടി ആരുടെ കൂടെയാണ് നടക്കുന്നത്, അവരുടെ സൗഹൃദങ്ങൾ എന്താണ്, അവരുടെ സുഹൃത്തുക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് കോപ്പി ചെയ്യാനും ഈ സൗഹൃദം എന്നുള്ള ഒരു ബോണ്ടിങ് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അവർ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സൗഹൃദങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടിയിലും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഡ്രഗ്സ് ആകാം, ഫിലിം ആവാം, ബാക്കി എന്ത് കാര്യങ്ങളും ആയിരിക്കാം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്, എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കലും നിർബന്ധമാണ്. മൂന്നാമത്തത് ഫാമിലി എൻവിറോൺമെൻറ്റ് ആണ്. അതായത് കുടുംബത്തിലുള്ള ആളുകളും അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. കുടുംബത്തിനകത്ത് എപ്പോഴും ബഹളവും കച്ചറവും പിടിക്കലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടിയുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റെഗുലേഷൻസ് ആണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലാൾക്കാരുടെ മുന്നിലിട്ട് കുട്ടീനോട് ചീത്ത പറയുക, അല്ലെങ്കിൽ അപ്പം തന്നെ കുട്ടിക്ക് ഒരു അടി കൊടുക്കുക, എന്നിട്ട് അതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ കാലത്തെ കുട്ടികളെ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പുതിയ കാലത്തെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പുതിയ കാലത്തെ സൊല്യൂഷൻസ് മാത്രമാണ് ഒരു വഴിയുള്ളൂ. പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തത്, പണ്ട് ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ഞാൻ ചെറുതായിരുന്നത് എൻ്റെ ഫാദറും മദറും എന്നെ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നും വന്നില്ലല്ലോ എന്നുള്ള ന്യായീകരണമൊന്നും ഇന്നത്തെ കുട്ടികളുടെ കാര്യത്തിൽ ഏൽക്കില്ല. ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ അവരിൽ അക്രമവാസന വരാനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെയൊക്കെ പുറമേ ഇന്നത്തെ കാലത്തെ ഡ്രഗ്സിൻ്റെ യൂസേജും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോകുക എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ പേടിയായി പോകും. സോ നമ്മൾ അവെയർ ആവാൻ വേണ്ടിയിട്ട് ഇത്തരം സംഭവങ്ങളും സംഭവ വികാസങ്ങളൊന്നും നമ്മളുടെ വീട്ടുപടിക്കൽ തന്നെ എത്തണം എന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ആരുടെ വീട്ടിലും സംഭവിക്കുക എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. ഇനി നമ്മളെ കുട്ടിയുടെ വാശിയും കാര്യങ്ങളൊന്നും എത്ര ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല, കുട്ടിക്ക് എപ്പോഴും ഒരു റിവെഞ്ച് പോലൊരു മൈൻഡ് സെറ്റ് ആണെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ പ്രൊഫഷണലി ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. പാരൻറ്റിങ് കോഴ്സുകളുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്. ആ മുഖേനൊക്കെ നമുക്കത് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളെ കുട്ടി നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഭയങ്കര വാശിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ ഇങ്ങനെ നിരന്തരം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് കുട്ടിയുടെ മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ്.